നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയിൽ, ഒറ്റപ്പാലം. സാധാരണ പ്രൊഫൈലുകളെ പറ്റിയിട്ടാണ്, ആൺകുട്ടിയുടെ ആയാലും പെൺകുട്ടിയുടെ ആയാലും പ്രൊഫൈലിനെ പറ്റിയാണ് ഞാൻ സാധാരണ സംസാരിക്കാറ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് മാട്രിമോണിയലിൽ കൊടുക്കുന്ന ഫോട്ടോ. അതിനെക്കുറിച്ചാണ് ഞാൻ ഒന്ന് പാരൻസിനെയും കുട്ടികളെയൊക്കെ മനസ്സിലാക്കിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ചിലർ ഫോട്ടോ ഇടില്ല, ചിലർ ഫോട്ടോ ഇടും. അതന്നെ ഏതെങ്കിലും വല്ല ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാറിലുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എങ്ങനെയൊക്കെ മോശമാക്കി ഇടാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോട്ടോ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ഫോട്ടോ ഇടണം. പല പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ അച്ഛനമ്മമാർ ചോദിക്കുക, അയ്യോ ആ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും കേട്ടോ, അത് എന്തൊക്കെ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുട്ടി വീടിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ വേണമെങ്കിലും നിങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് പേടിച്ചിട്ടൊന്നും ജീവിക്കാൻ ഈ കാലത്ത് പറ്റില്ല. കല്യാണം നോക്കുമ്പോൾ അതിൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യൽ. ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാതെ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? ഒരു പേഴ്സൻറ്റേജ് എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാകും. അതിൻ്റെ അർത്ഥം 99% അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. 99% നല്ല ആളുകളാണ്. ആരും നിങ്ങളുടെ മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് അതിനെ മിസ്യൂസ് ചെയ്യലൊന്നും ചെയ്യില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തകളും വേണ്ട ഇന്നത്തെ കാലത്ത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കണ്ടുപിടിക്കാനൊക്കെ വളരെ വളരെ എളുപ്പമാണ്. അത്രയും സൈബർ സെക്യൂരിറ്റി ഒക്കെ നല്ല പഠിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും വല്ലാതെ വറിപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ നല്ല 2 ഫോട്ടോ തീർച്ചയായിട്ടും എല്ലാവരും അത് അപ്ലോഡ് ചെയ്യണം. കഴിയാവുന്നത്ര ഭംഗിയായിട്ട് തന്നെ എടുക്കാൻ നോക്കണം. ഇഷ്ടമുള്ള ഡ്രസ്സ്, ചിലരൊക്കെ സാരി ഉടുത്തു കണ്ടു കഴിഞ്ഞാൽ സാരി കൊടുത്തിട്ടുള്ള ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്നെ സങ്കടം തോന്നും. അയ്യോ, എന്തിനാ കുട്ടിയെ കൊണ്ട് സാരി ഉടുപ്പിച്ചത് തോന്നും. അത്രയും എങ്ങനെ മോശമാക്കിയിട്ട് അത് ഫോട്ടോ എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് ഇടുക. ചില ആൺകുട്ടികളുടെ ഫോട്ടോ, അവർ ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ എൻ്റെ ഓഫീസിൽ ഒരു ഫാമിലി വന്നു, അച്ഛൻ, അമ്മ, മകൻ. അപ്പൊ ഈ മകൻ ഇങ്ങനെ ഓഫീസിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കുട്ടി. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, തല ധാരാളം കഷണ്ടിയുള്ള ഒരു കുട്ടിയാണ്. താടിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലൊക്കെയാണ്, കാണാനൊക്കെ നല്ല സ്റ്റൈലിൽ തന്നെയാണ്. പക്ഷേ കഷണ്ടി നല്ലോണം കയറിയിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 40 വയസ്സിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാകും, ഒരു സംശയമില്ല കാര്യത്തിൽ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് പ്രൊഫൈലൊക്കെ എഴുതുന്ന സമയത്താണ് മനസ്സിലാവുന്ന ആ കുട്ടിക്ക് 26 വയസ്സാണ്. അപ്പോൾ ഈ ആൺകുട്ടികളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അതിനെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നൊരു വരിയുണ്ട് അച്ഛനമ്മമാരോട്, എന്നെ ഇങ്ങനെ കണ്ടിട്ട് വരാൻ ഇഷ്ടമുള്ളവർ വന്നാൽ മതി, എൻ്റെ തല ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവർ വന്നാൽ മതി. ശരിയാണ്, അയാൾ പറയുന്നത് വളരെയധികം സത്യസന്ധതയോടുകൂടെ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ അപ്പുറത്തുള്ള കുട്ടികൾക്ക് വരണം എന്നെന്താ നിർബന്ധം? കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്കേ നിർബന്ധമുള്ളൂ. ആൺകുട്ടിയുടെ അച്ഛനമ്മമാർക്കാണ് കൂടുതൽ നിർബന്ധം. ആൺകുട്ടിക്ക് ഇത്രയും നിർബന്ധം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് 3 പേർക്കാണ് ഈ നിർബന്ധം. പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് ഒരു നിർബന്ധവുമില്ല, പെൺകുട്ടിക്കും നിർബന്ധമില്ല. അപ്പോ നമുക്ക് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ധാരാളം ടെക്നോളജികൾ ഈ രാജ്യത്ത് അവൈലബിൾ ആണ്. പണ്ടത്തെ കാലമല്ല. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗ്ഗൊക്കെ വെച്ചിട്ട് നടക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് ഭയങ്കര ബോറൻ പരിപാടിയാണ്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ വളരെ നല്ല പുതിയ പുതിയ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ശരിയാക്കാൻ പറ്റാവുന്നത്, ഞാൻ പറയുന്ന 100% ഒന്നും വേണ്ട,
കുറച്ചൊക്കെ ശരിയാക്കാൻ പറ്റാവുന്നത് നമ്മൾ തീർച്ചയായിട്ടും ശരിയാക്കി എടുക്കണം. എന്നിട്ട് അത് എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അല്ലാണ്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ തരത്തുള്ളൂ, എനിക്ക് ഇങ്ങനെ വരുന്നവർ വന്നാൽ മതി എന്നൊന്നും പറഞ്ഞ് ഇത്ര വാശി പിടിക്കേണ്ട കാര്യമില്ല. വയസ്സങ്ങടെ എത്തിയിട്ട് പിന്നെ നിങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചാൽ പോലും ചിലപ്പോൾ ഒന്നും സംഭവിച്ചൊന്നും വരില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഞാൻ ആൺകുട്ടിയുടെ പറഞ്ഞാലും പെൺകുട്ടികളുടെ ഒട്ടും മോശമല്ല. ഫോട്ടോ പലരുടെ കണ്ടു കഴിഞ്ഞാലും സങ്കടം തോന്നുന്ന കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എല്ലാവരുടെ കയ്യിലും ഉണ്ട് വളരെ എന്താ പറയുക, പ്രീമിയം ലെവൽ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ എടുത്താൽ മതി, നല്ല ഫോട്ടോ ഇതിൽ കിട്ടുന്നുണ്ടല്ലോ. അതൊന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, എല്ലാം ഭംഗിയാക്കിയിട്ട് തന്നെ നോക്കുക. ഫോട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ ഒരു കാരണവശാലും ഒരു അലക്ഷ്യമായ രീതിയിൽ ചെയ്യരുത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലത്. എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് വിവാഹം മംഗളമായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.